ഹലോ, എന്താണ് പേര്? പേരെന്താണ് പറഞ്ഞോ? അഞ്ജു. നിങ്ങൾ ഈ യൂണിറ്റിലുണ്ടോ? സിസ്റ്റേഴ്സ് ഗ്രൂപ്പിലുണ്ടോ? ഇല്ല, ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയുടെ മകളാണ്. ഈ സിസ്റ്റേഴ്സ് ഗ്രൂപ്പിന്റെ ഈ കലാപരമായ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ താല്പര്യമുണ്ടോ? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പഠിക്കണേ? ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഗ്രൂപ്പ്? എക്കണോമിക്സ്. ഓക്കെ. ചേച്ചിയെ പേരെന്താണ്? സൂര്യ. ഈ ഗ്രൂപ്പിലുണ്ട്? ഇല്ല. ആ, ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ ആയിട്ടൊന്ന് കൂട്ടായ്മയോടുകൂടി ഒന്ന് പോവാൻ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. ചേച്ചിയുടെ പേര്? ലതിക. ചേച്ചി എങ്ങനെ ഈ ഗ്രൂപ്പില് അംഗമായിരുന്നു? ആ, ഇപ്പൊ സാങ്കേതികമായ ചില കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ആ, ഇനി നമുക്കത് ആ പ്രവർത്തനങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ഈ കലാപരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്ന് പറയുന്നുണ്ട്. സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കാണ് അതിന് ഉത്തരം പറയാൻ പറ്റുക? സാംസ്കാരികമായ മേഖലകളിൽ നിങ്ങൾക്ക് കടന്ന് ചേച്ചിയാ ഒന്ന് പറഞ്ഞ. സാംസ്കാരികമായിട്ട് മേഖലകളിൽ എന്ന് പറയണത് ഞങ്ങളൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നെങ്കിലും അങ്ങനെ ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രോഗ്രാം. അടുത്ത് തന്നെ അത് ഞങ്ങളൊരു സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് കൂടി, അതിൻ്റെ ഒരു ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇപ്പം ഈ സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്നവരെ സഹായിക്കാനും അവർക്ക് മരുന്നൊക്കെ വാങ്ങിക്കാൻ കഴിയില്ലാത്തവരെ മരുന്ന് കൊടുത്തും മെഡിക്കൽ ക്യാമ്പിലൂടെയും പിന്നെ സ്ഥിരമായ മരുന്നൊക്കെ കൊടുത്ത് സഹായിക്കാനൊക്കെ ഉള്ളൊരു പദ്ധതി ഞങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നു. അത് ഞങ്ങൾ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പും പിന്നെ ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് സൗജന്യമായ മരുന്നും പിന്നെ അവർക്ക് ചികിത്സാ സഹായമൊക്കെ നൽകാനൊക്കെ ഉള്ളൊരു പദ്ധതിയൊക്കെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത് തന്നെ അത് ശക്തമായൊരു പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ നടക്കും, ശക്തമായി കൊണ്ടുവരും. അതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ ഇവിടെ കുടുംബശ്രീക്കാരൊക്കെ ഇഷ്ടം പോലെ ഞങ്ങളവിടെയൊക്കെ ഇഷ്ടം പോലെ കൊള്ളി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാർഷികപരമായ മേഖലകളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചേച്ചി നിങ്ങൾ എന്തേ ചെയ്യണേ? ചേച്ചിയുടെ പേര് എന്താണ്? നിങ്ങൾ എന്താണ് കൃഷിപരമായിട്ട് വല്ലതും ചെയ്യണ്ട? ഈ കളിയും ഇതുമായിട്ട് തരിയിടായിട്ട് മാത്രമാണ് നടക്കണം? അല്ല, കൃഷി പരമ്പരമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഓമന ഗോപിന് ഞങ്ങൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നബാർഡ് എന്നൊക്കെ ഞങ്ങൾക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരാണ് ഞങ്ങളതിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ 5 പേരായിരിക്കും. 5 പേര്. അത് ഏതെല്ലാം തരത്തിലുള്ള കൃഷി? കൊള്ളി, പടവല, എല്ലാവിധ പച്ചക്കറികളും നടത്തുന്നുണ്ട്. ഞങ്ങള് എല്ലാത്തിലും ഞങ്ങളെല്ലാതിലും പ്രോത്സാഹിപ്പിക്കുന്നത് ഓമന ഗോപിന്. അതില് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൃഷി അപ്പുറത്തുണ്ട് അല്ലേ? ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ? പങ്കജ ബാലചന്ദ്രൻ. ഇതിലൊക്കെ ഉണ്ട്. ഇപ്പം നേരത്തെ വർത്താനം പറഞ്ഞാണ് നമ്മൾ പരിചയപ്പെട്ടാണ്, പേര് പറഞ്ഞില്ല. അപ്പം ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചേച്ചിയെ പേര് പറയുന്നതാണ്? എൻ്റെ പേര് മണി. അപ്പം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3 വർഷം ഞങ്ങൾ 1ാം വാർഡിലാണ് ചെയ്തിരുന്നത്. ഇപ്പം 2 വർഷമായിട്ട് 18ാം വാർഡിലാണ്. അല്ല, കലാപ്രവർത്തനങ്ങളിൽ അതേപോലെ തന്നെ കാർഷികപരമായിട്ട് മേഖലകളിൽ എല്ലാത്തിലും ഉണ്ട്. കളിയിലും ഒന്നിലും ഇല്ല. കളിയിലൊന്നുമില്ല, തൊഴിലുറപ്പിലുണ്ട്. അങ്ങോട്ട് കൊടുക്കും. ആ ചേച്ചി പറഞ്ഞിട്ടില്ലേ? ചേച്ചിയുടെ പേരെന്താണ്? ലീല ചേച്ചി ഏതെല്ലാം കലാപരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കണ ഇവരെ സംഘത്തിൽ നിന്നുണ്ട്? തിരുവാതിരക്കളി, പിന്നെ നാടൻപാട്ട്, ഒപ്പന, എല്ലാത്തിലും ഉണ്ട്. പറയാനൊരു ബുദ്ധിമുട്ട്. ഇനി ആരും പരിചയപ്പെടാൻ ഉള്ളവരെ പരിചയപ്പെട്ടോട്ടാ. പിടിക്ക് സമയം പോണു. രമണീചന്ദ്രൻ. അല്ല, കളിയിലൊക്കെ ഉണ്ടോ? കളിയിലൊന്നുമില്ല. ഇപ്രായ മറ്റേ തൊഴിലുറപ്പിൽ മാത്രമേ ഉള്ളൂ. അവിടെ ആയിരുന്നു നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു ഏത് പാട്ടാണ്?
അല്ല ചേച്ചി തന്നെ പറ. എൻ്റെ പേര് വിമല, ഞാൻ തൊഴിലുറപ്പിലുള്ളതാണ്. ചേച്ചി എന്താണ് മാറിക്കണ? നാണായിട്ടാണാ? ഇവിടെ നാണാണ്ട് ഞങ്ങൾക്കാണ്. അല്ല ചേച്ചിയുടെ പേര് എന്താണ്? എൻ്റെ പേര് കൈരളി. കൈരളി. നമ്മളെ ടീം സിസ്റ്റേഴ്സിൽ അംഗാണ്. അപ്പൊ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ചേച്ചിയുടെ ഞാൻ അവരോടൊപ്പം ഉണ്ട്. കലാപരമായിട്ട് എനിക്ക് കുറച്ച് കഴിവ് കുറവാണ്. എല്ലാ കാര്യത്തിനും അവരോടൊപ്പം നമ്മളെ സപ്പോർട്ടും പ്രോത്സാഹനം എല്ലാം ഉണ്ട്. അപ്പൊ മെമ്പർ എന്താണ് പാട്ടാമല്ല മെമ്പറായിട്ട് മാറിയിരിക്കുന്നതാണ്? എന്താണ് ഇവരുടെ പ്രവർത്തനത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാം. വളരെ അഭിമാനം എനിക്കുണ്ട്. ഞാൻ മെമ്പറായത് തന്നെ. ഞാൻ കുടുംബശ്രീ ഒരു അംഗമായിരുന്നു. കുടുംബശ്രീ അംഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത്. പരിപാടിയിലൊന്നും ഞാൻ പങ്കെടുക്കാം. പക്ഷേ ഞങ്ങൾ ഓണം വന്നാൽ ഞങ്ങൾ അത്തം മുതൽ തിരുവോണം വരെ ഞങ്ങൾ കളിക്കും. 10 ദിവസം ഞങ്ങൾ അടിച്ച് വിളിച്ച് കളിക്കാറുണ്ട്. ഓണക്കളി കളിക്കും. ലാസ്റ്റ് ദിവസം ഞങ്ങൾ ബാലസഭ കുട്ടികളുണ്ട്, ഇവിടെ കുറേ കുട്ടികളുണ്ട്. അവിടെ എല്ലാ കുട്ടികളുടെയും വലിയവരെല്ലാവരും കൂടി വെച്ച് ഞങ്ങൾ പരിപാടി ഒരു വൈകിട്ട് 7 മണിയാവുന്നവരെ 1 മണി തുടങ്ങി ഞങ്ങൾ കളിച്ച് നല്ല അടിച്ച് പൊളിക്കും ഓണം വിഷു വന്നാൽ. അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിമാനം. ഞാൻ വേണമെങ്കിൽ എനിക്കെന്ന് പറയാം, എനിക്ക് നല്ല അഭിമാനമുണ്ട്. എൻ്റെ വാർഡിലെ എല്ലാവരും നല്ല ആക്റ്റീവാണ്. എല്ലാവരും നല്ല ആക്റ്റീവാണ്. അതിലേറ്റവും നന്നായിട്ട് നമുക്ക് ഓമഞ്ചിച്ചുള്ള കാര്യം കൊണ്ടാണ് ഇത്രയും മുന്നോട്ട് വരാൻ കാര്യം തന്നെ ഉണ്ടായിട്ടുള്ളത്. എന്ത് കാര്യം വന്നിട്ട് ഓമഞ്ചിച്ച് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ഒരാളും ഇതിൽ പിന്നാക്കം നിൽക്കില്ല. എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവർക്കും. എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ആവശ്യമായ സാമ്പത്തികം ഞങ്ങൾക്ക് എല്ലാവരും പിന്നാക്കാണ്. പക്ഷെ അങ്ങനെ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ നമ്മളെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു ചെറിയ വരുമാനം, മറ്റൊരു വരുമാനം തൊഴിലുറപ്പ് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വരുമാനങ്ങൾ ഈ കളിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലെ വരുമാനം ലഭിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനില്ല. ഇപ്പൊ ഇവരിപ്പോ ഈ കളിച്ച് കുറച്ച് നാളുകളായിട്ടുള്ള ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അവർ സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കൂടുതലൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 2 കൊല്ലമായിട്ടുള്ള ഒരു അതിന് മുന്നേ പഞ്ചായത്ത് നമ്മൾക്ക് ഇതിന് എല്ലാത്തിനും മുൻഗണന. പഞ്ചായത്തിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് വരാൻ തന്നെ കാര്യം ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്ത് വന്നു. അപ്പോൾ നമ്മൾ കുടുംബശ്രീയിലൂടെ നമ്മൾ മുന്നോട്ട് വന്നു. അപ്പോൾ നമുക്ക് ധൈര്യം കിട്ടി. എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് വരാൻ കാര്യം ഉണ്ടായിട്ടുള്ളത് നമുക്ക് പഞ്ചായത്താണ്. ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൽ നിന്ന് ഇവർക്കുള്ള പ്രോത്സാഹനങ്ങൾ എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കണം? അതെന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ മാത്രമേ നമുക്ക് പഞ്ചായത്തിലൂടെ നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പഞ്ചായത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓമച്ചിനെ അറിയിക്കും. ഞങ്ങൾ കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പേര്? എൻ്റെ പേര് മാര്യത്ത്. ഇവരെ സംഘത്തിലുണ്ട് ഉണ്ടല്ലേ? ആദിമകാലത്ത് കരുത്തിൻ്റെ സമ്പന്നതയുടെ പ്രതീകമായിരുന്നു കാളകൾ. ഇത്തരത്തിലുള്ള സംസ്കാരത്തിൽ നിന്നാണ് കാളകളികൾ പോലെയുള്ള കലാരൂപങ്ങൾ ഉടലെടുത്തത്. നമ്മൾക്ക് ടീം സിസ്റ്റേഴ്സിൻ്റെ കാളകളി
എന്തിന് പേരെന്താണ്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എത്രയിൽ പഠിക്കണേ? UKG. ഏത് സ്കൂളിൽ പഠിക്കണേ? ബാബുലു. തൊട്ടടുത്ത് തന്നെ അല്ലേ? പിന്നെ പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവോ? നാണമാകുന്നു. അവളെ പേരെന്താണ്? വേദിര. സ്കൂളിൽ പോകണ്ട? ഏത് സ്കൂളിലാണ് പോണേ? നന്നായിട്ട് പഠിക്കോ? അടിപൊളിയായിട്ട് പഠിക്കണേട്ടാ. ആന്നൂറാ? ആന്ന്. മോളെ പേരെന്താണ്? പേര് പറ. ഓ അമാന. നഴ്സറി പോക്കുണ്ടാ? ഒരു പാട്ട് പാടിയേ, റൈം പദ്യം. വീട്ടിലുണ്ട് കാത്തിരിക്കുന്നു നമ്മൻ്റെ അമ്മ, വേണ്ടതെല്ലാം വാങ്ങിത്തരാച്ചുണ്ട് വീട്ടിൽ. പാട്ട് പാടാൻ ചേച്ചിയുണ്ട് കൂട്ടുകൂടെ, നേറ്റാണ്ട് ഞാൻ മുത്തം ചേർന്നപ്പോൾ സ്വർഗമാണ് വീട്. അടിപൊളി. എല്ലാരും കേടിച്ചാ. എന്റെ പേരെന്താണ്? നിരഞ്ജന. അടിപൊളി പേരുള്ള. ഏത് സ്കൂളിൽ പഠിക്കണ? കൂരി സ്കൂളിൽ. 5. ഇങ്ങനെ തിരുവാതിരയൊക്കെ കളിക്കോ? കളികളും എല്ലാം കളിക്കോ? ഇല്ല. മോളെ പേരെന്താണ്? നന്ദന. എത്രയിൽ പഠിക്കണേ? 3 പഠിക്കണത്. പാട്ട് പാടുവോ? പാട്ട് പാടുവോ? പാടിയ മോള് പാടിക്കോ? ഞാൻ പിടിച്ചോണ്ട് പാടിക്കോ. ഹലോ, പേരെന്താണ്? നയന. സ്കൂളിലൊന്നും പോണില്ലല്ലേ? സ്കൂളിലാരും കൊണ്ടുപോകണ്ട പോകത്തെ? കൊണ്ടുപോകണ പോകത്തെ? അമ്മച്ചിയുടെ പേരെന്താണ്? സജന. അച്ഛൻ്റെ പേരാ? പാട്ട് പാടോ? പാട്ട് പാടാൻ അറിയില്ല. നന്നായി നോക്കിയേ. ഒരു പാട്ട് പാടിയേ. മോളെ പേരെന്താണ്? അലീന. പാട്ട് പാടും? സ്കൂളിലൊന്നും പാട്ട് മത്സരത്തിനൊന്നും പങ്കെടുക്കാറില്ല. അപ്പോൾ ഒരു പാട്ട് പാടിയേ. പിടിച്ചു പാടിക്കോ. നാണായിട്ടാണോ? എത്രയിൽ പഠിക്കണേ? 4 പഠിക്കുന്ന ആൾക്കാണ് നാണം. പാടിക്കോ. പാടി. ഓക്കെ. മോന്റെ പേരെന്താണ്? അങ്ങോട്ട് നോക്കിയേ. അച്ചേട്ടൻ നോക്കിയേ. പേര്? അലൻ. എത്രയിൽ പഠിക്കണേ? 1C. ഒരു പാട്ട് പാടിയ? 1C അറിയില്ലേ? ഡാൻസ് ചെയ്യാനറിയാ? ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ഡിസ്കോ, പിന്നെ കുറുമ്പെടുക്കാനറിയാ? അറിയോ? ശരിട്ടാ. പറ പേര് പറ. എന്താണ്? വഴി തെറ്റി വന്ന സെബീന. എന്താണ് ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണോ? ഇവരൊക്കെ കുറെ ആൾക്കാരൊക്കെ അറിയും, കണ്ട് പരിചയമുണ്ട്. എത്ര നാളായിട്ടുള്ള പരിചയം? ഇവിടെ ഇപ്പൊ 1 വർഷമായി. ശരി. അടുത്തായിട്ട് നമുക്ക് ചേച്ചിമാരെ നമുക്കൊരു നാടൻ പാട്ട് പാടല്ലേ? എല്ലാവരും റെഡിയല്ലേ? റെഡിയാണോ? റെഡിയാണ്. ക്ഷീണിച്ച് അല്ല, പാട്ട് പാടുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ. ഉഷാറിന്. എന്നാ ശരി, ഒരു നാടൻ പാട്ട്. തെയ്യനം ദൈതാരോ തെയ്യനം ദൈതാരോ തെയ്യനം ദൈതാരോ തെയ്യനം ദൈതാരോ അന്തിലിമ്പമേറും അമ്പിളിയമ്പരത്തിൽ മയങ്ങി അന്തിയെ തട്ടി മാറ്റി ആദ്യത്തെ അവൻ വരുന്നല്ലോ.
പാടത്തു ചെന്നിടുമ്പോൾ പാട്ടിന്റെ ഈണം പെരുകുന്നു മക്കൾ പാടത്തു ചെന്നിടുമ്പോൾ പാട്ടിന്റെ ഈണം പെരുകുന്നു മാടത്തിൽ നിന്നുയരും മക്കൾ തൻ ഗാനങ്ങൾ പാടത്ത് ചെല്ലുമ്പോൾ പാട്ടിന്റെ ഈണം പെരുകുന്നു ദയ്യനം ദൈതാരോ ദയ്യനം ദൈതാരോ ഓ കറ്റകൾ തല്ലിമല്ലേ പാടത്തു വിത്തു വിതച്ചു പാടി കറ്റയിലിറ്റു വീഴും വിയർപ്പിന്റെ വിത്തു മുളച്ചു പാടി മുളച്ചു പൊങ്ങി വിയർപ്പിന്റെ വിത്തു മുളച്ചു പൊങ്ങി മുളച്ചു പൊങ്ങി കതിർക്കുല ചാനുലഞ്ഞാടിടുമ്പോൾ മാടത്തിലെമ്പാടും മലപ്പടക്കങ്ങൾ പൊട്ടിച്ചിരിയിലൂടെ വിത്തു മുളച്ചില്ലെന്നേ ദയ്യനം ചെയ്താരോ ദയ്യനന്ദാരോ താരാരോ മുത്തിനെയുള്ളിലാക്കി വിത്തു മുളച്ച താണ്ടി കുത്തിയുമി കളഞ്ഞാൽ നമ്മുടെ മുത്തു പൊറുപ്പേല താരാരോ മുത്തായ മുത്തെല്ലാം പെറുക്കി ചിത്രത്തിലെത്തുമ്പോൾ പുത്തരിച്ചോറുണ്ണാം നമ്മുടെ മുട്ടുകിടങ്ങൾക്ക് ദയ്യനം ചെയ്താരോ ദയ്യനം ചെയ്താരോ ദയ്യനം ചെയ്താരോ ദയ്യനം താരാരോ ദയ്യനം ചെയ്താരോ ദയ്യനം ചെയ്താരോ ദയ്യനം ചെയ്താരോ ദയ്യനം താരാരോ ദയ്യനം താരാരോ ദയ്യനം താരാരോ ദയ്യനം ചെയ്താരോ ദയ്യനം താരാരോ ടീം സിസ്റ്റേഴ്സിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായി ടീം സിസ്റ്റേഴ്സിൽ നിന്നും സ്മാർട്ട് ഹീറോസിന്റെ ഈ പരിപാടിയിൽ ഹീറോ ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ടീം സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ടീമിനെ ഇത്തരത്തിൽ വാർത്ത് ഒരു നല്ല ടീമായി ഈ പഞ്ചായത്തിൽ ഉയർത്തിയ ശ്രീമതി ഓമന ഗോപിയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഓമന ചേച്ചിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ സ്മാർട്ട് ഹീറോസ് STV കയ്പമംഗലം കാളമുറി 680-681. മറ്റെപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും ഗുഡ് ബൈ.